സമയം ഏകദേശം 11:24 രാത്രിയായി. ഈ നട്ടപ്പാതിരാക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ. മസ്കറ്റിൽ വന്നിട്ട് ഒരു 3-4 മാസമായിട്ടും ഫാമിലിയിൽ ആരെയും തന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഓണത്തിൻ്റെ 4 ദിവസം ലീവ് കിട്ടിയപ്പോൾ എല്ലാവരെയും കൂടി വീട്ടിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചു. പരിപാടി വെള്ളിയാഴ്ച ആണെങ്കിലും വ്യാഴാഴ്ച തന്നെ കുറേ പ്രെപ്പൊക്കെ ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതുക്കുക, പിന്നെ ബീഫ് വേവിക്കുക, ചിക്ക് പീ സാലഡിനുള്ള ചിക്ക് പീ വേവിച്ച് വെക്കുക, ട്രെസ് ലെച്ചസിന് വേണ്ടി സ്പോഞ്ചും അതേപോലെ തന്നെ പിന്നെ വേറൊരു ഡെസേർട്ടായിട്ട് ബ്രൗണിയും കൂടി രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇത് പോരായിട്ട് എനിക്കിഷ്ടമില്ലാത്ത കുറേ പണിയുണ്ട്. വെളുത്തുള്ളിയുടെ തൊലി കളയുക, അതേപോലെ ചിക്കൻ വാഷ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഹസ്ബൻഡ് ചെയ്തു തന്നു. ചില്ലറ പണിയൊന്നുമില്ല. എനിക്ക് ചിക്കൻ ഫ്രൈക്ക് വേറൊരു സൈസ്, സൂപ്പിൽ വേറൊരു സൈസ്, ഷുവക്ക് വേണ്ടി വേറൊരു സൈസൊക്കെ കട്ട് ചെയ്യണമായിരുന്നു. പിന്നെ അടുത്ത പണി ഷുവ മസാലയാണ്. ആ കാണുന്ന സ്പൈസൊക്കെ റോസ്റ്റ് ചെയ്ത് അതിനകത്ത് പുളിവെള്ളം ഉപ്പും കൂടി ആഡ് ചെയ്ത് നമ്മൾ ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ക്രിവേസസിലൊക്കെ കുറച്ച് ഗാർലിക് കൂടി കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് നന്നായി ക്ലിങ് റാപ്പ് ചെയ്ത് ഞാൻ രാത്രി തന്നെ എടുത്ത് വെച്ചു. ആ ടൈം കൊണ്ട് നമ്മളെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി സ്പഞ്ച് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ട്രെസ് ലെച്ചസിൻ്റെ മിൽക്ക് കൂടി ഒഴിച്ച് വെക്കണം. മിൽക്ക് പ്രിപ്പയർ ആവുന്ന ടൈമുണ്ട് ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ രാത്രി 3 മണിയായി. നമ്മൾ 2 ചിക്കനും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ഓവർനൈറ്റ് മാരിനേറ്റ് ആവാൻ. മിൽക്ക് കേക്കിൻ്റെ സ്പഞ്ച് നല്ലോണം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് കിച്ചണൊക്കെ ക്ലീനാക്കി ഇന്നത്തേക്ക് നമ്മൾ പണി നിർത്തി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റെ പ്രൊഫൈലിൽ പാർട്ട് 2 വീഡിയോയിലുണ്ട്.